ഹായ്. സൂരജിനെ പുറത്തിറക്കാൻ വേണ്ടി ഗവർണറുടെ സഹായം തേടി മീനു ഗവർണറെ കാണാൻ ചെല്ലുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിനോട് ഈ വിവരങ്ങളെല്ലാം സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും ഇതിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നും നിരാശയോടെയാണ് മീനു അവിടുന്ന് മടങ്ങുന്നത്. ഇന്ദ്രജയും നിരുപമയും സുപ്രിയയും കൂടി ഇന്ദ്രജയുടെ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ആ സമയം SI അങ്ങോട്ട് വരും. CIയും DYSP എല്ലാം ഇന്ദ്രജയുടെ കൂടെ തന്നെയാണ്. SI പറയുന്നുണ്ട് ഗവർണർ ഓഫീസിൽ നിന്ന് വരെ വിളി വന്നു, പക്ഷെ CI മാഡം അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. നിരുപമ പറയുന്നുണ്ട് മീനു ആയിരിക്കും ഗവർണറെ പോയി കണ്ടത്. മീനും ഗവർണറും തമ്മിൽ പഴയൊരു ബന്ധമുണ്ട്. എപ്പോഴും അവള് ഗവർണറെ ഉപയോഗിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്താണേലും ഇനി അത് പറ്റില്ലല്ലോ. ഇന്ദ്രജിക്ക് സന്തോഷമാവും സൂരജിന്റെ കുരുക്ക് അത്രത്തോളം മുറുകിയെന്നറിഞ്ഞിട്ട്. SI പറയുന്നുണ്ട് പക്ഷേ ഒരു വക്കീലുണ്ട് സൂരജിന് വേണ്ടി വാദിക്കാൻ. കല്യാണ ദിവസമെങ്കിലും സൂരജിനെ പുറത്തിറക്കാൻ പറ്റുമോ എന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാരാ വക്കീലെന്ന് ഇന്ദ്രജ തിരക്കുന്നുണ്ട്. പിന്നീട് ഇന്ദ്രജ ശാരികയെ ഫോൺ ചെയ്യും. ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് ഇന്ദ്രജ ശാരികയോട് സംസാരിക്കുന്നത്. ശരിക്കും ശാരികയെ ഭീഷണിപ്പെടുത്തുകയാണ്. സൂരജിന്റെ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ്. നിങ്ങൾ ആരാന്നൊക്കെ ശാരിക ചോദിക്കുമെങ്കിലും ഇന്ദ്രജ പറയാൻ കൂട്ടാക്കത്തില്ല. മകളെ സഹോദരങ്ങളെ ഒക്കെ വെച്ചാണ് ഇന്ദ്രജ ഭീഷണിപ്പെടുത്തുന്നത്. ഫോൺ വെച്ച് കഴിയുമ്പം എന്തായാലും നിരുപമയെല്ലാം ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് എന്താണേലും ആ ഭീഷണിയിൽ അവർ ശരിക്കും ഭയന്നു പോയിട്ടുണ്ട്. ഇനി എന്താണേലും സൂരജിന് കേസ് വാദിക്കാൻ വേണ്ടി അവർ വരില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്കറിയാമെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിശ്ചയിച്ച മുഹൂർത്തം കഴിയുന്നവരെ സൂരജ് പുറം ലോകം കാണില്ല. നിരുപമയ്ക്ക് നല്ല സന്തോഷമാകും. മീനു ആകെ നിരാശയോടെയാണ് ശാരികയെ കാണാൻ വരുന്നത്. ഗവർണർ ഓഫീസിൽ പോയി കാര്യം നടക്കാത്തതിന്റെ സങ്കടമാണ്. ശാരിക അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഒരു വഴി അടഞ്ഞെന്ന് വെച്ച് മറ്റൊരു വഴി നമുക്ക് നോക്കാന്ന് മീനു പറയുന്നുണ്ട്. സൂരജ് സാറിനെ ആരും മനഃപൂർവ്വം കുടുക്കിയതാണ്. ശാരിക പറയും അതെനിക്കിപ്പം വ്യക്തമായി, അതുകൊണ്ടാണല്ലോ എനിക്കൊരു ഭീഷണിക്കോള് വന്നത്. സൂരജിനെ ജാമ്യത്തിൽ ഇറക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന കൂടി പുറത്തു കൊണ്ടുവരണം. അതിന് ഏതറ്റം വരെയും നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ ധൈര്യമായിട്ട് കല്യാണ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോ. സൂരജിനെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ കല്യാണവും നടത്തും. മീനു വളരെയധികം സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. പാർവതി പോയ കാര്യങ്ങളെല്ലാം തിരക്കുമ്പോൾ മീനു അതെല്ലാം പറയും. സൂരജ് സാറിനെ പുറത്തു കൊണ്ടുവരാമെന്ന് വക്കീൽ ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല അത് എത്രത്തോളം സാധ്യമാവുമെന്ന്. മാത്രമല്ല എന്നത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്നും അറിയില്ല. പാർവതി പറയും ഉറപ്പില്ലാതെ എങ്ങനെയാ ഈ വിവാഹ തീയതിയായിട്ട് മുന്നോട്ട് പോകുന്നത്? നമുക്ക് വിവാഹ തീയതി മാറ്റിവെക്കാം, അതാ നല്ലത്. അല്ലെങ്കിൽ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ അതിൽ പര നാണക്കേട് വേറെയില്ല. പിന്നെ ചത്ത് കളയുന്ന നല്ലത്. അതിലും എത്രയോ ഭേദവാ കല്യാണം മാറ്റിവെക്കുന്നത്. ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ പറയാം. മീനു മറുപടി ഒന്നും പറയാതിരിക്കുമ്പോൾ പാർവതി ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ ചിന്തിക്കുന്നതെന്ന്. മീനു അന്നേരം ആലോചിക്കുന്നത് സൂരജ് മീനുവിന് കൊടുത്ത വാക്കാണ്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും. നീ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോളാൻ. കണ്ണീര് തുടച്ചിട്ട് മീനു പാർവതിയോട് പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും ഈ കല്യാണം നടത്തണം അമ്മേ. അത് നമുക്ക് വേണ്ടിയല്ല, സൂരജ് സാറിന് വേണ്ടി. നിരപരാധിയായ സൂരജ് സാറ് ഇപ്പൊ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. സാർ അനുഭവിക്കുന്നതിന്റെ 10-1 അംശം പോലും ഞാൻ അനുഭവിക്കുന്നില്ല. നിശ്ചയിച്ച് ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം നടക്കും. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. പാർവതി പറയും ഇതെല്ലാം നിന്റെ വെറും വിശ്വാസം മോളെ. അങ്ങനെ നടന്നില്ലെങ്കിൽ മുടങ്ങാൻ പോകുന്നത് നമ്മളെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരിക്കും. അങ്ങനെ കല്യാണം മുടങ്ങിയ നീ ഐശ്വര്യമില്ലാത്ത പെണ്ണാന്ന് എല്ലാവരും പറയും. മീനു പറയും അങ്ങനൊന്നും പറയണ്ടമ്മേ. സൂരജ് സാർ പുറത്തു വരും, വിവാഹം നടക്കും. അന്നേ ദിവസം നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ സൂരജ് വരാതിരുന്ന നീ എന്ത് ചെയ്യും മോളെ? മീനു ചോദിക്കും ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറണമെന്നാണോ അമ്മ പറയുന്നത്? ഈ കാര്യത്തിൽ നിന്നെ ഉപദേശിക്കാൻ മാത്രം ആളല്ല ഞാൻ. എന്ത് പറയണമെന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒറ്റ ബുദ്ധിക്ക് തോന്നിയത് ഒരേ ഒരു കാര്യം മാത്രമാ. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സൂരജ് ഇറങ്ങിയിട്ട് പോരെ നിങ്ങളുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞ വിവാഹ കമ്പോളത്തില് പിന്നെ കല്യാണം മുടങ്ങിയ പെണ്ണ് എന്ന് പേരുദോഷമായിട്ട് വേണം മോളെ കഴിയാൻ. പിന്നെ നിനക്കൊരു മാംഗല്യം ഉണ്ടാവൂന്ന് പോലും എനിക്ക് സംശയമാ. മീനു പറയും എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച പോലെ തന്നെ നടക്കട്ടെ അമ്മേ. ദൈവം സഹായിച്ച് സാറിന് സമയത്ത് വരാൻ പറ്റുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുക, സൂരജ് വരാതിരുന്ന് കല്യാണം മുടങ്ങിയൊരു പെണ്ണായി കണ്ട് നിന്നെ അവഹേളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പന്തലിൽ സൂരജ് വന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന ആളിനെ നീ വരനായി സ്വീകരിക്കേണ്ടി വരും. ഞാൻ പറയുന്ന ഈ കാര്യത്തിന് സമ്മതമാണെങ്കിൽ മാത്രം നീ ഇതിനിറങ്ങി പുറപ്പെട്ടാ മതി. അതുകൊണ്ട് ക്ഷമയോടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നും പറഞ്ഞ് പാർവതി പോകും. മീനു ആകെ ധർമ്മസങ്കടത്തിലാവും. പാർവതി ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. വിവാഹ സമയത്ത് സൂരജ് വന്നില്ലെങ്കിൽ കല്യാണം മുടങ്ങും. അതെല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ സൂരജിന്റെ ഈ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാലും സൂരജ് പുറത്തിറങ്ങുമല്ലോ. അന്നേരം മീനുവിനെ സൂരജ് തന്നെ വിവാഹം കഴിക്കും. അല്ലാണ്ട്
സൂരജ് മീനുവിനെ തള്ളിപ്പറയോ ഒന്നും ചെയ്യുന്നതല്ലല്ലോ. എന്താണേലും മീനുവിൻ്റെ സൂരജിൻ്റെയും കല്യാണം പിന്നെയാണെങ്കിലും നടക്കും. പിന്നെ എന്തിനാ പാർവതി അന്നേരം പറയുന്ന ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം എന്താ പാർവതിക്ക് ജാതകവും കാര്യങ്ങളൊന്നും നോക്കണ്ടേ? ആരുടെയും തലയിൽ മീനുവിനെ കെട്ടിവെച്ചാൽ മതിയോ? നാരായണൻ ഗേറ്റ് കിടന്ന് വരുന്ന കണ്ട് ചിന്താമണി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നാരായണൻ പറയും, കല്യാണം മറ്റന്നാളല്ലേ, എന്തായി ഒരുക്കങ്ങളൊക്കെ? ചിന്താമണി പറയും, മുഹൂർത്തം നിശ്ചയിച്ച സ്ഥിതിക്ക് മീനുകെട്ട് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് നാരായണൻ ചോദിക്കുമ്പോൾ ചിന്താമണി പറയും, പിന്നെ ഒരു പെണ്ണിന്റെ കല്യാണ മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അവളുടെ കല്യാണം നടത്തണം എന്നാണ് ശാസ്ത്രം. അത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുടെ വിവാഹം ഒരിക്കലും നടക്കാനുള്ള സാധ്യതയില്ല. സത്യമായിട്ടും ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ചിന്താമണി എന്ന് പറയുമ്പോൾ അവള് പറയും, നീ അറിയാത്ത എന്തോരം കാര്യങ്ങൾ കിടക്കുന്നു. മുഹൂർത്തം കുറിച്ചതിന്റെ പേരിൽ ലോട്ടറി അടിക്കാൻ പോകുന്നത് ശരിക്കും നിനക്കാ നാരായണ? നാരായണന് കാര്യം മനസ്സിലാവില്ല. ചിന്താമണി പറയും, എന്താണേലും സൂര്യചേട്ടന് ജാമ്യൊന്നും കിട്ടാൻ പോകുന്നില്ല. മുഹൂർത്തം തെറ്റാതിരിക്കാൻ മീനുന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കെട്ടേണ്ടി വരും. അങ്ങനെ ഒരു അവസരം വന്നാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അത് ചെയ്യിക്കും. നാരായണൻ ചോദിക്കും, പക്ഷെ അതിന് മീനു സമ്മതിക്കുവോ? ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. നീ പുതുമണവാളന്റെ ഉടുപ്പൊക്കെ തയ്ച്ചു വെച്ചോ. നാരായണന് നല്ല ഹാപ്പി ആവും. ആ സമയം മീനു അങ്ങോട്ട് വരുന്നുണ്ട്. നാരായണൻ ചിന്താമണിയോട് കണ്ണുകൊണ്ട് കാണിക്കും. എന്നിട്ട് ചിന്താമണിയോട് ചോദിക്കുന്നുണ്ട്, സൂര്യചേട്ടനെ പുറത്തിറക്കുന്ന കാര്യം എന്തേലും ആയോ ചിന്താമണി? അവള് പറയും, ശ്രമിച്ചോണ്ടിരിക്കുക നാരായണ, ഒന്നും ശരിയാവുന്നില്ല. എങ്ങനെയെങ്കിലും നിശ്ചയിച്ച മുഹൂർത്തത്തില് സൂര്യചേട്ടനെ പുറത്തു കൊണ്ടുവന്ന് കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. മീനു ചിന്താമണിയെ വിളിച്ച് അമ്മാമ എവിടെയെന്ന് ചോദിക്കും. അവള് പറയും, അമ്മാമ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒരേ ഇരിപ്പാ. മീനു അമ്മാമയെ കാണാൻ അകത്തേക്ക് ചെല്ലും. സുമതി അമ്മാമയോട് കല്യാണക്കാരിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണക്കാരിയെല്ലാം നമുക്ക് പിന്നെ തീരുമാനിക്കാം, ആദ്യം അമ്മാമ എന്തെങ്കിലും കഴിക്കുന്നു പറഞ്ഞാണ് മീനു കയറി വരുന്നത്. അവളുടെ പുറകെ ചിന്താമണിയുണ്ട്. ചിന്താമണി പറയും, അമ്മാമയ്ക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കഴിക്കേ. എന്റെ കുഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആഹാരം ഇറങ്ങുമോ മോളെ? അവനെ പുറത്തു കൊണ്ടുവരുന്ന കാര്യം എന്തെങ്കിലും ആയോ? മീനു പറയും, എല്ലാ കാര്യവും ഞങ്ങൾ നോക്കുന്നുണ്ട് അമ്മാമേ. മുഹൂർത്തത്തിന് മുമ്പ് അവനെ പുറത്തിറക്കാൻ പറ്റുമോ മോളെ? മീനു പറയും, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അമ്മാമേ. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അമ്മാമ ടെൻഷൻ അടിക്കാതിരിക്കേ. കുറച്ച് ആഹാരം എന്തെങ്കിലും കഴിക്കുക, ഇല്ലെങ്കിൽ ശരീരം ആകെ തളർന്നു പോകും. എനിക്കൊന്നും വേണ്ട മോളെന്നും പറഞ്ഞ് അമ്മമ്മ സങ്കടപ്പെടുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മറ്റന്നാളാണ് കല്യാണം. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ സൂരജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇന്ദിരജയുടെ വിചാരം അവള് വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്ക് ശാരിക ആകെ പേടിച്ചു പോയിന്നാണ്. പക്ഷേ ശാരിക സൂരജിനെ എങ്ങനെയും പുറത്തിറക്കുമെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. ഈ കൂടെ ഇന്ദ്രജയെല്ലാം പൂട്ടാനും അവർ ശ്രമിക്കുന്നുണ്ട്. ചതിക്കാൻ കൂട്ടു നിൽക്കുന്ന എല്ലാവർക്കും നല്ല ശിക്ഷ തന്നെ കിട്ടണം.